നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ DGPക്ക് നിയമോപദേശം. സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്. മർദ്ദിച്ച പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്ന CPO ശശീന്ദ്രന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി അശ്വന്താണ് മരിച്ചത്. ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. പുതുക്കാട് മണലി പാലത്തിന് സമീപത്തെ കടവിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവ് മരിച്ചു. ചേലക്കര പനംകുറ്റിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശി പ്രജീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. SI ന്യൂമാൻ, CPOമാരായ S സന്ദീപ്, ശശീധരൻ, KJ സജീവൻ എന്നിവരെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തത്. അതേസമയം 4 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഉത്തരമേഖല IGക്ക് ചുമതല നൽകി. പിരിച്ചുവിടലിന്റെ ഭാഗമായി പോലീസുകാർക്ക് ഉടൻ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ 3-നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസുകാരുടെ സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുജിത്ത്. ശശീധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ CCTV ഇല്ലാത്ത മുറിയിലെത്തിച്ച് മർദ്ദിച്ചു. നീ നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും സുജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനും പഴയന്നൂരിൽ വില്ലേജിൽ എക്സ്റ്റൻഷൻ ഓഫീസറുമായ സുഹൈറിനെതിരെ നടപടിയെടുക്കാത്തതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സുഹൈർ ജോലി ചെയ്യുന്ന വില്ലേജ് ഓഫീസിലേക്ക് അടുത്ത ദിവസം മാർച്ച് നടത്തും. എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV വേണമെന്ന സുപ്രീം കോടതിയിലുള്ള കേസിൽ കക്ഷി ചേരുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശീധരന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശശീധരൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മുട്ടൻസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SMS റോഡിലെ ശശീധരന്റെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, ഷെന്നി ആന്റോ, പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി DYSP ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അകാരണമായി മർദ്ദിച്ചത് പ്രതിഷേധിച്ചാണ് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലെയുള്ള ഒരു ധാർമ്മികമായ സമരം ഈ ഓണനാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാവേലി വാഴുന്ന നാട്ടിൽ മാവേലി വന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ട സഹോദരനെ കാക്കിയിട്ട കാട്ടാളന്മാരായ 4 പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ആ ദൃശ്യം. മാടക്കത്തറയിൽ കോൺഗ്രസ് സ്ഥാപിച്ച പോസ്റ്ററുകളും ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയ CPO സജീവന്റെ മാടക്കത്തറയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിന്റെ പ്രതികാര നടപടി എന്നോണമാണ് പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ചതെന്ന് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് VS പ്രദീപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല പറഞ്ഞു. മർദ്ദനത്തിനിരയായ സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മൌനം നാട്ടിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേരണയുണ്ടാക്കും. പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളല്ല. ഈ വകുപ്പ് ഭരിച്ച ഒരാളാണ് താൻ.
അന്ന് പൊതുജനങ്ങളെ മർദ്ദിക്കാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം സ്റ്റേഷനുകൾക്ക് നൽകിയിരുന്നു. ഇന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. പോലീസ് വകുപ്പ് നാഥനില്ലാ കളരിയായിരിക്കുന്നു. പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര, ജോസ് വള്ളൂർ, എ പ്രസാദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് പോലീസ്? ഈ പോലീസ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് 4 പോലീസുകാരുടെ കുറ്റം മാത്രമല്ല, അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ അവരെ സർവീസിൽ തന്നെ പുറത്താക്കണം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിന്റെ ഭാഗമാണിത്. സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോകുക, അവരെ ഭീകരമായി മർദ്ദിക്കുക, അവർ ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക, എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക, ഇതെല്ലാം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണ്. പോലീസിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഇത് പരിപാലിക്കാതിരിക്കുന്നതിന്റെ കാരണം ആര് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു സ്ഥിതിയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. കേരള പോലീസ് ഈ നിലയിലാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ചെയ്സാർ. ഈ 4 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇതൊരു മാതൃകയാകണം. നാളെ ഒരു പോലീസുകാരനും ഒരു പാവപ്പെട്ടവന്റെ ശരീരത്ത് ഇതുപോലെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല. ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശശീന്ദ്രനെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ചൂരൽ കൊണ്ടടിച്ച് യൂണിഫോം ഊരിവാങ്ങി ക്രിമിനൽ പട്ടം ചാർത്തി നൽകി പ്രതിഷേധിച്ചു. ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതീകാത്മക സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറി സെബി കൊടിയൻ, ഷെറിൻ തേർമഠം, ലിൻഡോ പള്ളിപ്പറമ്പൻ, കെ എസ് ജോൺസൺ, സിജോ പുന്നക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കോ, പുറത്തു പോകൂ. വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം. താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തയിലേക്ക്. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 18 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. 5 സുഹൃത്തുക്കളോടൊപ്പമാണ് ഇവർ ബീച്ചിലെത്തിയത്. മത്സ്യത്തൊഴിലാളികളും തളിക്കുളം പഞ്ചായത്ത് മെമ്പർ മെഹബൂബും നാട്ടുകാരും വലപ്പാട് പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വലപ്പാട് ദയ ആശുപത്രിയിലേക്ക് മാറ്റി.
ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. റെഗുലേറ്റർ പാലത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നായിരുന്നു പുഴയിൽ ചാടിയത്. പുഴയോരത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ഒരാൾ ആരോ പുഴയിൽ ചാടിയതായി സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഏനാമാക്കൽ നെഹ്റു പാർക്ക് കെയർടേക്കറും റെസ്ക്യൂ ടീം അംഗവുമായ രഞ്ജിനി അനിലൻ പോലീസിലും ഫയർഫോഴ്സിലും ഉടൻ വിവരം അറിയിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മത്സ്യത്തൊഴിലാളിയുമായ ഷാജു അമ്പലത്തും വിവരമറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തി. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ യുവതിയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് മണലി പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പുലക്കാട്ടുകര സ്വദേശി കുടിയിരിക്കൽ വീട്ടിൽ 33 വയസ്സുള്ള നിധീഷാണ് മരിച്ചത്. ആമ്പല്ലൂർ സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ സുബിൻ, സഹോദരൻ സൂര്യൻ, മണലി സ്വദേശി പറമ്പൻ വീട്ടിൽ അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണലി പാലത്തിന് സമീപത്തെ കടവിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പുഴയിൽ കുളിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു. പടവുകളിലേക്ക് തലയിടിച്ച് വീണ നിധീഷിന്റെ ദേഹത്തേക്ക് ഓട്ടോ മറിഞ്ഞു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നിധീഷിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് പുഴയിൽ വീണ ഓട്ടോറിക്ഷ ഉയർത്തിയത്. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുലാക്കോട് നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള പ്രജീഷിനെയാണ് പനംകുറ്റി എന്ന സ്ഥലത്തെ പണിതീരാത്ത വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച പ്രജീഷിന്റെ ഭാര്യ സഹോദരൻ രവിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേലക്കര പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലത്ത് പൂക്കടയിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. പാലപ്പുറം പല്ലാർമംഗലം സ്വദേശി മുഹമ്മദ് ഫെബിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തിരിപ്പാല മണൽപ്പറമ്പിൽ സെയ്താലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവോണ ദിവസമായിരുന്നു സംഭവം. ഓണത്തോടനുബന്ധിച്ച് സെയ്താലി നടത്തിയ താൽക്കാലിക പൂക്കച്ചവട കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്നു ഫെബിനെന്ന് പോലീസ് പറഞ്ഞു. കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഇതിനിടെ സെയ്താലി സ്ഥാപനത്തിലെ കത്തികൊണ്ട് ഫെബിനെ വെട്ടിയെന്നാണ് കേസ്. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തറയിലിടിച്ച് കാർ യാത്രക്കാരി മരിച്ചു. CK ഹാൻഡ്ലൂംസ് ഉടമ വിനോദിന്റെ ഭാര്യ വൃന്ദയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ യുവതിയുടെ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അച്ഛനും ഒരു കാൽനട യാത്രക്കാരനും നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. അമിത വേഗതയിൽ വന്ന കാർ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ സമീപത്തെ മരത്തറയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വൃന്ദയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ചാരായവുമായി എടമുട്ടം സ്വദേശിയെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നെറ്റിക്കോട് സ്വദേശി മാടാനി വീട്ടിൽ ഭാസ്കരനെയാണ് വാടാനപ്പള്ളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. KPMS ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി അവിട്ട ആഘോഷം സംഘടിപ്പിച്ചു. ആനമല ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PM സജീവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ്, KPMS സംസ്ഥാന ഉപാധ്യക്ഷൻ PN സുരൻ, കൺവീനർ AP സുബ്രൻ, ട്രഷറർ സുബിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. KPMS പിണ്ടാണി കരിങ്ങാച്ചുറ ശാഖയിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. സമ്മേളനം KPMS ജില്ലാ ട്രഷറർ PC ബാബു ഉദ്ഘാടനം ചെയ്തു. CV ബൈജു അധ്യക്ഷനായി. UD സജീവൻ, TU കിരൺ, UV വിശ്വനാഥൻ, MP സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ദളിത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ജയന്തി അവിട്ടം ദിനാഘോഷം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MV സുധീർ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ TS മായാദാസ് അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണം നടത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ റൌഡി കൂടിയായ പെരിങ്ങോട്ടുകര കറുപ്പത്തറ വീട്ടിൽ അജിത്താണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വർണ്ണവസ്ത്രത്തിൻ ലോക
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നബിദിനം ആഘോഷിച്ചു. ജുമാ മസ്ജിദിൽ നടന്ന ഗ്രാൻഡ് മൌലിദ് ശേഷം ദുവാ സംഗമത്തോടെ മഹല്ല് പ്രസിഡന്റ് VM സിദ്ദീഖ് പതാക ഉയർത്തി. നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം മഹല്ല് ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റിഫ-ഇ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് ഉബൈദ് പൂവക്കാട്ട് പതാക ഉയർത്തി. നബിദിന റാലിക്ക് മഹല്ല് സെക്രട്ടറി ഷബീർ അലി മുച്ചിക്കാട്, ഖത്തീബ് അബ്ദുൽ സലാം സഹദി, മജീദ് സഖാഫി, ഇർഷാദ് അസനി എന്നിവർ നേതൃത്വം നൽകി. കോടാലി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് സൈദലവി ഫൈസി, മഹല്ല് പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി, മുഹമ്മദ് റഫീഖ് സുജുമി, കമറുദ്ദീൻ അസ്ഹരി, സലീം മൌലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ സെന്റർ ജുമാ മസ്ജിദ്, മുനവറുൽ ഗുലുബ് മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന സൌഹൃദ സന്ദേശ യാത്ര വർണ്ണാഭമായി. നബിദിന വാർഷികം ഖത്തീബ് മുഹമ്മദ് സ്വാലി ഫൈസി ഉദ്ഘാടനം ചെയ്തു. അറബിക് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഫൈസി, മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളായ NP കുഞ്ഞഹമ്മദ് കുട്ടി, അബ്ദുൾ ജബ്ബാർ, മുസ്തഫ ചേലോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെയും നൂറുൽ ഹുദ മദ്രസയുടെയും സംയുക്ത നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. സിസി മുകുന്ദൻ MLA നബിദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പതിപ്പരമ്പത്ത് അബ്ദുൾ നാസർ ഹാജി അധ്യക്ഷനായി. മഹല്ല് സെക്രട്ടറി KK അബ്ദുൽ സലാം, വൈസ് പ്രസിഡന്റ് കാരണപ്പറമ്പിൽ അബ്ദുൾ സലാം ഹാജി, ട്രഷറർ റാഫി കുഞ്ഞിക്ക, മഹല്ല് ഖത്തീബ് നൌഫൽ സദി തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല ദാറുത്ത അല്ലീം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. പ്രസിഡന്റ് PK ഇസ്മയിൽ പതാക ഉയർത്തി. അബ്ദുൾ ലത്തീഫ് ഹൈത്തമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി KV ഷാനവാസ്, TV ഹൈദ്രോസ്, TK മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. എടക്കഴിയൂർ ഇവാനുൽ ഉലും മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. സ്വാഗത സംഘം ചെയർമാൻ നജീബ് ബംഗ്ലാവിൽ, വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ, കൺവീനർ നാസർ, മദ്രസ പ്രസിഡന്റ് മാമുട്ടി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർച്ചയായി 35 വർഷത്തിലധികമായി നബിദിന റാലിയിൽ അണിനിരന്ന പൊതുപ്രവർത്തകനായ എടക്കഴിയൂർ CV സുരേന്ദ്രമരയ്ക്കാൻ. എടക്കഴിയൂർ ഇവാനുൽ ഉലും മദ്രസ, അൻസാറുൽ ഇസ്ലാം മദ്രസ എന്നിവിടങ്ങളിലായാണ് സുരേന്ദ്രമരയ്ക്കാൻ നബിദിന റാലിയിൽ പങ്കുചേരാറുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്കുള്ള അഭൗമമായ പ്രേമം അത് ആത്യന്തികമാണ്. പ്രവാചകൻ്റെ
നന്മയെക്കുറിച്ച് ഞാൻ പഠിക്കാനും അറിയാനും തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവിടുത്തെയോടുണ്ടായിട്ടുള്ള എൻ്റെ ഇഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് 1.5 സഹസ്രാബ്ദത്തിൻ്റെ ജന്മദിനം അത് ആചരിക്കുന്നതിനോട് ചേർന്ന് പോകാൻ ആത്യന്തികമായി എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതുകൊണ്ട് ചേർന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എടക്കടിയൂർ അൻസാറുൽ ഇസ്ലാം മദ്രസയുടെയും ഈവാനുൽ മദ്രസയുടെയും നബിദിന ആഘോഷ പരിപാടികളിൽ കഴിഞ്ഞ എൻ്റെ ഓർമ്മയിൽ ഒരു 35 വർഷത്തിന് മേലെയായി ഞാൻ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അതുമായി തുടർച്ചയായി 30 വർഷമായി നോമ്പുകാലത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന സുരേന്ദ്ര മരയ്ക്കാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്. സുരേന്ദ്രന് പിന്തുണയുമായി വീട്ടുകാരും ഒപ്പമുണ്ട്. മകൻ അമീൻ രാജും 7 വയസ്സു മുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. എറിയാട് മാടവന അത്താണി ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, രാത്രികാലങ്ങളിൽ ഡോക്ടറെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശുപത്രി സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി തെരുവിൽ തിരുവോണം എന്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. രമേശ് മേത്തല സമരം ഉദ്ഘാടനം ചെയ്തു. സിറാജ് താനത്ത് അധ്യക്ഷത വഹിച്ചു. നന്ദഗോപൻ, വിനോദ്, ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവത്ര കിറാമൻകുന്ന് മെർക്കാത്തുൽ ഉലും മദ്രസയിൽ പുതിയ പാഠം പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചു. എടക്കഴിയൂർ റേഞ്ച് പ്രസിഡന്റ് സാദിഖ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞു മുഹമ്മദ് ഹാജി, സെക്രട്ടറി അഡ്വക്കേറ്റ് AV അൻവർ, ട്രഷറർ പരപ്പിൽ അഷ്റഫ്, മദ്രസ സെക്രട്ടറി K അലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവോണ ദിവസത്തിൽ 22 കുടുംബങ്ങൾ ഒരേ വീട്ടിൽ ഒന്നിച്ചുകൂടി ഓണം ആഘോഷിച്ചത് വേറിട്ട കാഴ്ചയായി. ഇല്ലത്തുപറമ്പിൽ ഫാമിലി ട്രസ്റ്റിന് കീഴിലെ മാങ്കുറ്റിപ്പാടം, കടമ്പോട് പ്രദേശങ്ങളിലുള്ള 22 കുടുംബങ്ങളിലെ 60ഓളം പേരാണ് ഒരേ വീട്ടിൽ ഒന്നിച്ചുകൂടി തിരുവോണ സദ്യയുണ്ടത്. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധതരം ഓണക്കളികൾ നടന്നു. IG രവീന്ദ്രൻ, IK സലീഷ് കുമാർ, IR രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഓണസമ്മാനമായി വീൽചെയർ നൽകി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം. കിടപ്പ് രോഗികൾക്കും മറ്റ് രോഗികൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ നൽകി പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കാണ് വീൽചെയർ നൽകിയത്. കാനാടിക്കടവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി വീൽചെയർ കൈമാറി. ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ഹരിദാസ് ചെമ്മാപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി മുനയം ദ്വീപിൽ വെച്ച് മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ കാട്ടൂർ മുനയം സ്വദേശി കോലോത്തുംകാട്ടിൽ ബാലുവിനെയാണ് പ്രതി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. മതിലകത്ത് 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പനങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ തൻസറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജേഷിനെയാണ് പ്രതി ആക്രമിച്ചത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ DGPക്ക് നിയമോപദേശം. സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്.
മർദ്ദിച്ച പോലീസ് സംഘത്തിലുണ്ടായിരുന്ന CPO ശശീന്ദ്രന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി അശ്വന്താണ് മരിച്ചത്. ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. പുതുക്കാട് മണലി പാലത്തിന് സമീപത്തെ കടവിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവ് മരിച്ചു. ചേലക്കര പനംകുറ്റിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശി പ്രജീഷാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.